ഹ്യൂമൻ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ HR ഡിപ്പാർട്ട്മെൻറ്റ്. ഈ HR ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രീതിയിൽ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ നമ്മൾ അക്കൗണ്ട്സ് പോലെ, അതേപോലെ മാർക്കറ്റിംഗ് പോലെ, സെയിൽസ് പോലെ, അതുപോലെ തന്നെ മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളെ പോലെ അത്ര വാല്യൂ കൊടുക്കാറില്ല SMEയിൽ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എൻ്റെ കൂടെ ഇന്നുള്ളത് ഡോക്ടർ വഫ, അതായത് സോഷ്യൽ മീഡിയയിൽ ഡോക്ടറേറ്റ് PhD നേടി, അതേപോലെ തന്നെ HR ഫീൽഡിൽ എക്സ്പെർട്ടായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, അതേപോലെ മറ്റു കാര്യങ്ങളും നൂതനമായ ടെക്നോളജി എങ്ങനെയാണ് HR ഫീൽഡിൽ ഉപയോഗിക്കുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠനം നടത്തിയ ഒരാൾ. വെൽക്കം ടു ദ ഷോ ഡോക്ടർ വഫ. ദുബായിലാണ് ഇപ്പോൾ ഉള്ളത്. യു ആർ വർക്കിംഗ് ഇൻ കുവൈത്തിലായിരുന്നു ഒരുപാട് നാൾ. എന്തുകൊണ്ട് ദുബായിയെ ചൂസ് ചെയ്തു? ദുബായ് എന്ന് പറയുന്നത് ഒരു ഫാസിനേറ്റിംഗ് കൺട്രി ആണല്ലോ. കാരണം എല്ലാവരുടെയും ഒരു ഡ്രീം പ്ലേസ് ആണ് ഇവിടെ എത്തുക, ഇവിടെ താമസിക്കുക എന്നൊക്കെ ഉള്ളത്. പിന്നെ അതുകൂടാതെ തന്നെ ദുബായ്ക്കൊരു ഗ്ലോബൽ ബിസിനസ് ഹബ്ബ് എന്നുള്ള ഒരു നെയിമും കൂടെ ഉണ്ട്. ഇതിൻ്റെ ഭരണകർത്താക്കളൊക്കെ തന്നെ ഇന്നോവേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ആളുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ തന്നെയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ജസ്റ്റ് വിസിറ്റിന് വന്നതാണ്. അപ്പോൾ വിസിറ്റിന് വന്നതാണെങ്കിലും എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ തന്നെ അട്രാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആർക്കെങ്കിലും എന്താ പറയുക കൺസൾട്ടൻ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ HR പ്രൊഫഷൻ ബേസ് ചെയ്തിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ബിൽഡ് ചെയ്യണം, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിലും തയ്യാറാണ്. അപ്പം ഇവിടെ വന്ന് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ളതാണ്. ഒരു SME സെഗ്മെന്റിലുള്ള സ്മോൾ അല്ലെങ്കിൽ SMB ബിസിനസ്സിലുള്ള ഒരു കമ്പനികളിൽ ഇപ്പോൾ 5 മുതൽ 50 വരെ 100 വരെ എംപ്ലോയീസ് ഉള്ള അങ്ങനെയുള്ള SMEയിൽ ഈ HR റോള് ഇപ്പൊ കൃത്യമായിട്ട് നിർവഹിക്കുന്നുണ്ടോ കമ്പനികൾ? അല്ല, എന്തുകൊണ്ടില്ല? എന്താണ് അതിന്റെ ഇമ്പാക്ട്? എല്ലാ കമ്പനികളിലും അവർ ഒരു മിനിമം സ്റ്റാഫ് എന്നുള്ള രീതിയിൽ അക്കൗണ്ടിങ് ഫീൽഡ്, പിന്നെ അതേപോലെ മാർക്കറ്റിംഗ്, അങ്ങനെയൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ശരിക്കും എന്ന് പറഞ്ഞാൽ HR ആവശ്യമാണ്. HR എന്ന് പറഞ്ഞാൽ ഫേസ് ഓഫ് ദ കമ്പനിയാണ്. കാരണം ഈ എംപ്ലോയീസിനെയും എംപ്ലോയേഴ്സിനെയും കൂട്ടിയിണപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അത്യാവശ്യമാണ്. കാരണം ഇവിടെ പ്രൊഡക്ടിവിറ്റി കൂടണം, നമ്മുടെ ബിസിനസ്സിൽ ഗ്രോത്ത് വേണം. ആ ഗ്രോത്ത് വേണമെങ്കിൽ എംപ്ലോയീസ് ഇവിടെ മോട്ടിവേറ്റഡ് ആവണം. മോട്ടിവേറ്റഡ് ആണെങ്കിൽ അവരെ കറക്റ്റായിട്ട് അസസ് ചെയ്യണം. അവരെ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവുന്നുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കാം, ആ രീതിയിലൊക്കെ ശരിയായ അസസ്മെൻറ്റ് ചെയ്യണം. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആയാലും നമുക്കതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രെങ്തൻ ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. ആരും അത്ര മൈൻഡ് ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ബിസിനസിന്റെ ഗ്രോത്തിനെ തന്നെ ബാധിക്കും. ഇപ്പം നമ്മൾ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഇതിന്റെ ഒരു ബ്രിഡ്ജ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് HR എന്ന് പറയുന്നത്. അപ്പം എംപ്ലോയിക്ക് റൈറ്റ്സ്, എംപ്ലോയർക്ക് അവരുടെ റൈറ്റ്സ്, ഈ രണ്ട് എംപ്ലോയർക്കും എംപ്ലോയിക്കും റൈറ്റ്സ് കംപ്ലീറ്റ് കിട്ടുക എന്നുള്ളതാണ്. ഒരു എംപ്ലോയി നമ്മളിപ്പോൾ എസ്പെഷ്യലി ഇൻ UAE സിനാരിയോയിൽ വരുമ്പോൾ ഒരു എംപ്ലോയിനെ ഓൺബോർഡ് ചെയ്യാന്ന് പറയുന്നത് ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. അപ്പം റൈറ്റ് ഫ്രം ഒരു ആഡ് കൊടുത്തത് മുതൽ റിക്രൂട്ട്മെന്റ് ചെയ്ത് CV സോർട്ട് ചെയ്ത് അതനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ കടമ്പകൾ കടന്ന് ഒരു വലിയൊരു പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ ഒരു എംപ്ലോയി ഓൺബോർഡ്. അത് കഴിഞ്ഞാൽ മാത്രം പോരാ, അതിന് വിസ എടുക്കുന്ന പ്രോസസ്സ്, അതിന്റെ കോസ്റ്റ്, അതിൽ ട്രെയിനിങ്, ഇതൊക്കെ വന്നിട്ടാണ് ഒരു എംപ്ലോയിയെ നമ്മൾ ഓൺബോർഡ് ചെയ്തിട്ട് ഒരു എംപ്ലോയി അപ്പോയിന്റ് ചെയ്തത്. ആ എംപ്ലോയി അപ്പോയിന്റ് ചെയ്തിട്ട് 2 വർഷമെങ്കിലും മിനിമം അവിടെ നിന്നില്ലെങ്കിൽ ഈ കോസ്റ്റ് ഒന്നും നമുക്ക് പിന്നെ വയബിൾ ആയിട്ട് വരുന്നില്ല. അപ്പൊ അവിടെ ഒരു എംപ്ലോയറെ എങ്ങനെയാണ് ഒരു HR ഡിപ്പാർട്ട്മെന്റ് സഹായിക്കുന്നത്? ശരിക്കും പറയുകയാണെങ്കിൽ എംപ്ലോയർ ഒരു പുതുതായിട്ട് വരുന്ന ഒരു എംപ്ലോയിക്ക് അവർ എന്ന് വെച്ചാൽ അവരുള്ള വിസയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ അവർ ഭയങ്കര റോ ആയിരിക്കും. കാരണം വെച്ചാൽ ഒന്നും അറിയാതെ വരുന്ന ആളുകളെ ഒരു ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഒരു എംപ്ലോയി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഉണ്ട്. ട്രെയിനിങ് പ്രോസസ്സ് ഉണ്ട്, പിന്നെ അവരെ മെൻറ്ററിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രോസസ്സ് ചെയ്തിട്ടാണ് ഇവരിങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഇപ്പം അതൊക്കെ ചെയ്യുന്നതിന് ഈ എംപ്ലോയർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട്. അപ്പം അതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ 2 കൊല്ലമെങ്കിലും ഒരു എംപ്ലോയി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണം. എന്നാൽ അത് ബെനിഫിറ്റ് തിരിച്ച് കമ്പനിക്ക് കിട്ടുള്ളൂ. കാരണം ഇയാൾക്ക് ഫ്യൂച്ചർ കിട്ടുന്നുമുണ്ട്, മിനിമം എങ്കിലും ഞാൻ പറയുന്നത് 2 കൊല്ലം എന്നുള്ളത് മിനിമം ആണ്. അതേ സമയത്ത് തന്നെ എംപ്ലോയീസിന്റെ കാര്യത്തിൽ എംപ്ലോയീസിന്റെ റൈറ്റ്സ് ഉണ്ട്. അവരുടെ പെർക്സ്, ഇൻസെന്റീവ്സ്, സാലറീസ്, എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്സ്, ഇതൊക്കെ നമ്മൾ എംപ്ലോയീസിനും ഒരു കൺസേൺ ഉണ്ടാവും. ഇതൊന്നും ഡയറക്റ്റ് ആയിട്ട് യു കനോട്ട് ടോക്ക് ടു ദ മാനേജ്മെന്റ്. അവിടെയും നമ്മൾ ഈ HR റോള് സിഗ്നിഫിക്കന്റ് അല്ലേ? അതാണ്. കാരണം ഡയറക്റ്റ് സ്റ്റാഫിന് ഭയങ്കര പേടിയാണ്. പലരും പലരുടെ റൈറ്റ് പറയാതിരിക്കും, അങ്ങനെയൊക്കെ വരും. കാരണം നമ്മൾ ശരിക്കും ഒരു നല്ലൊരു കമ്പനി ആണെങ്കിൽ എംപ്ലോയീസിന് എപ്പോഴും വാല്യൂ ചെയ്യും, അവരുടെ വെൽബീയിങ്ങിനൊക്കെ പ്രയോറിറ്റൈസ് ചെയ്യും. അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ കമ്പനിക്ക് ഗ്രോത്ത് താനെ വന്നോളും, ആ ഡെവലപ്മെന്റ് വന്നോളും. എംപ്ലോയിയും എംപ്ലോയറും തമ്മിലുള്ള ഒരു നല്ലതായ ഒരു സമവായം ഒരു കമ്പനിക്ക് അത്യാവശ്യമാണ്, ഗ്രോത്തിന് അത്യാവശ്യമാണ്. കാണുന്നത് ഒരു എംപ്ലോയിക്ക് ആവശ്യമായ കാര്യങ്ങൾ ഇപ്പം there are rights and wrongs. ഇപ്പൊ എംപ്ലോയിയുടെ റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൽ നമുക്കിപ്പോ
ഇപ്പൊ ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഓഫർ സാലറി ഒരു എംപ്ലോയർ ഒരു സാലറി ഓഫർ ചെയ്യുന്നു, ആ സാലറിക്ക് അനുസരിച്ച് പണിയെടുക്കുന്നു, പിന്നെ അയാളുടെ അപ്രൈസൽ നോക്കിയിട്ടാണ്, പ്രൊഡക്ടിവിറ്റി KPI നോക്കിയിട്ടാണ് മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. അവിടെ ദർ ഇസ് ഓൾവേസ് ഒരു ഗ്യാപ്പ് അവിടെ ഉണ്ട്. എംപ്ലോയി വിചാരിക്കും ഞാൻ നന്നായി ചെയ്യുന്നുണ്ട്, എംപ്ലോയി വിചാരിക്കും അവൻ ചെയ്യുന്നില്ല, എന്റെ എക്സ്പെക്ടേഷൻ വരുന്നില്ല. അവിടെ ദർ ഇസ് എ കോൺഫ്ലിക്റ്റ് ഓൾവേസ്. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, സോൾവ് ചെയ്യുന്നത്? നമ്മൾ ശരിക്കും HR ഒരു മിഡിൽ പേഴ്സൺ ആയിട്ട് നിന്നിട്ട്, കാരണം ചിലവർക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാവും, കാരണം അവർക്ക് ഉയർന്നു വരുന്നതിന് അവർക്ക് സ്റ്റക്കായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അത് പരിഹരിച്ച് കൊണ്ടുണ്ടെങ്കിൽ, സാധാരണ HR ചെയ്യുന്നുണ്ടെങ്കിൽ ഗൗരവമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം HR-നുണ്ട്. കാരണം ആളുകളെ മാറ്റി നിർത്തി ഇവർ അൺസ്കില്ലാണെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഒഴിവാക്കല്ല വേണ്ടത്. അവരെ എങ്ങനെയൊക്കെ ട്രെയിൻ ചെയ്തിട്ട് അവരുടെ ഒരു ബെറ്റർ പെർഫോമൻസ് കാണിക്കാൻ പറ്റുന്നുള്ള രീതിയിൽ ഉത്തരവാദിത്തം HR-ന് വരുന്നുണ്ട്. അപ്പം ഇവരുടെ ഫുൾ പൊട്ടൻഷ്യൽ കൊണ്ടുവരികയും പിന്നെ അതേപോലെ തന്നെ എംപ്ലോയറിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും, ഈ കമ്പനിയുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇയാൾ ഇത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നുള്ളത്. ആ ഒരു റെസ്പോൺസിബിലിറ്റിനെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കണം. പിന്നെ എന്താ പറയുക, നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ഞാൻ മാക്സിമം എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു എംപ്ലോയി ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യും. അതാണ് ചോദിച്ചത്. അത് പ്രൂവ് ചെയ്തു എന്ന് ഇവര് മനസ്സിലാക്കുന്നു. പ്രൂവ് ചെയ്തില്ല എന്ന് എംപ്ലോയറുടെ ഭാഗത്തും വരുമ്പോൾ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് വരും. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെയാണ് നമ്മൾ ഇതാണ് ശരി എന്ന് നമ്മൾ എങ്ങനെയാണ് അതിനൊരു മാനദണ്ഡം എന്താണ്? നമ്മൾ വിശകലനം ചെയ്തിട്ട്, കാരണം ഇവർ പറയുന്നത്, എംപ്ലോയർ പറയുന്നത് കറക്റ്റ് ആണോ, ശരിയായ രീതിയിൽ സ്റ്റഡി ചെയ്തിട്ട് ആ ശരിയായ രീതിയിൽ റിസൾട്ട് അയാൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ പെർഫോമൻസ് കുറവാണ്, അപ്പോൾ കുറച്ചുകൂടി പെർഫോമൻസ് നിങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു ഫീഡ്ബാക്ക് വരുന്നുണ്ട്, പെർഫോമൻസ് കുറവാണ്, അല്ലെങ്കിൽ അത് ശരിയായ ധാരണയല്ല, അതിനൊരു മിഡിൽ പേഴ്സൺ ആയിട്ട് നിന്ന് മീഡിയേറ്റർ ആയിട്ട് നിന്നിട്ട്. ഇപ്പൊ HR-ൽ ഇപ്പൊ നമ്മൾ പലപ്പോഴും ഒരുപാട് പ്രോസസ്സിലാണ് പോകുന്നത്. ഒന്ന് റിപ്പീറ്റഡ് ടാസ്ക് ഇഷ്ടം പോലെ ഉണ്ട്, കണ്ടമാനുണ്ട്. ഒരു CV സോർട്ട് ചെയ്യുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇതിനായിപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ കൂടി പിന്നെ കാര്യം ചെയ്ത ആളെന്ന നിലക്ക് എങ്ങനെയാണ് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു റോൾ ഇതിന് വരുന്നത്? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈവൻ നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക, പിന്നെ അത് കഴിഞ്ഞിട്ട് CV വരുന്ന CV മുഴുവനും അസസ് ചെയ്യുക, പിന്നെ ഇൻ്റർവ്യൂ നടത്തുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓൺബോർഡിങ്, റിക്രൂട്ട്മെൻറ്റ്, ഓൺബോർഡിങ്, അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിനെയും ഫാസ്റ്റൻ ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും. നമ്മൾ ഒരുപാട് സമയം ഓരോന്നിനും എടുക്കുന്നത്, ഇത് സ്പീഡ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് പറ്റും. ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടും ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് HR-ൽ വരുന്നത്, കാരണം ഒരാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ ഇയാൾ പെർഫോം ചെയ്യുന്നത് കുറവാണ്, ഇയാളെ ഫയർ ചെയ്യാൻ നല്ലതാണ്, കമ്പനിക്ക് ബെറ്റർ ആണെന്നൊക്കെ പറയാം. അതുപോലെ നല്ലോണം ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഒരു എംപ്ലോയിനെ ഹയർ ചെയ്യേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഡബിൾ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ളത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രെഡിക്റ്റ് ചെയ്ത് പറഞ്ഞു തരും. അങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ചില പ്രൊമോഷൻ ചെയ്യേണ്ട എംപ്ലോയിനെ വേണമെങ്കിലും അതും പ്രെഡിക്റ്റ് ചെയ്ത് ഒരു കൃത്യമായിട്ടുള്ള പ്രൊഡക്റ്റീവ് അനാലിസിസിലൂടെ ഒരു എംപ്ലോയിയുടെ ഒരു KPI, പ്രൊഡക്ടിവിറ്റി, അതുപോലെ കമ്പനിയുടെ ROI ഒക്കെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാവും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കേട്ടു. You will be able to work in corporates or enterprises. ഓർ ചെറിയ കമ്പനികളെ അവർക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർക്ക് അതുപോലെ HR ഒന്നും ഇല്ല, അവർക്ക് സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ അവൈലബിൾ ആണ്. ഞാനിപ്പോൾ ദുബായ് ഉണ്ട്. എന്തെങ്കിലും ടൂൾസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ ഇപ്പം സിഗ്നിഫിക്കന്റ് ആയിട്ട് ഇതിന് മാറ്റം വരുത്താനുള്ള, അതോ യു ആർ യൂസിങ് യുവർ ഹ്യൂമൻ എക്സ്പെർട്ടൈസ്? അതുകൂടെ HRM എന്ന് പറഞ്ഞിട്ട് പേറോൾ ചെയ്യാനും ഒക്കെ ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടും അപ്ഗ്രേഡ് ആയിട്ടുള്ള ടൂൾസുകൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ആർക്കെങ്കിലും ഡോക്ടർ വഫയായിട്ട് ബന്ധപ്പെട്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ദ ഗസ്റ്റ് ഇൻ മൈ ഷോ. All the very best. Okay. Thank you. Thanks. Munir Al Wafa with love.